ഏഷ്യാകപ്പിലെ വിവാദങ്ങൾക്കിടെ ചട്ടലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെതിരെ നടപടിക്കൊരുങ്ങിയ ICC. ടൂർണമെന്റിൽ പാക് ക്രിക്കറ്റ് ടീം ഒന്നിലധികം നിയമലംഘനങ്ങളാണ് നടത്തിയതെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി. UAEക്കെതിരായ മത്സരത്തിനായി മൈതാനത്തെത്താൻ വൈകിയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ടീമിനെതിരെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ നടപടിക്കൊരുങ്ങുന്നത്. ഏഷ്യാകപ്പിൽ PCB നടത്തിയത് ഗുരുതര ചട്ടലംഘനങ്ങളാണെന്ന് ICC കണ്ടെത്തി. UAEക്കെതിരായ മത്സരത്തിൽ മാച്ച് റഫറിയായിരുന്ന പൈക്രോഫ്റ്റുമായി പാക് പരിശീലകൻ മൈക്ക് ഹസനും നായകൻ സൽമാൻ ആഗയും ടീം മാനേജർ നവേദ് അക്രം ചീമയും ചർച്ച നടത്തുന്നിടത്ത് ടീമിന്റെ നവമാധ്യമ മാനേജർ നഈം ഗിലാനി പ്രവേശിച്ചത് ഗുരുതര വീഴ്ചയായാണ് ICC കണക്കിലെടുത്തിരിക്കുന്നത്. കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ ഗിലാനി മൊബൈലിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതും ICCയുടെ ചട്ടലംഘനമാണെന്ന് കണ്ടെത്തി. കൂടാതെ മാച്ച് ഒഫീഷ്യൽസും താരങ്ങൾക്കും മാത്രം പ്രവേശിക്കാൻ അനുവാദമുള്ള ഇടത്ത് ഗിലാനി കടന്നതിൽ ICC PCBയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. പ്ലേയേഴ്സ് ആൻഡ് മാച്ച് ഒഫീഷ്യൽസ് ഏരിയ പ്രോട്ടോകോളിന്റെ ലംഘനമാണ് ഗിലാനി നടത്തിയതെന്നാണ് കണ്ടെത്തൽ. മത്സര ദിവസം ആവർത്തിച്ചുള്ള PMOA ലംഘനങ്ങൾക്ക് ബോർഡ് കുറ്റക്കാരാണെന്ന് ICC CEO സഞ്ജോയ് ഗുപ്ത PCBയെ അറിയിച്ചു. അതേസമയം ഇന്ത്യ പാക് ഹസ്തദാന വിവാദത്തിൽ മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റ് ക്ഷമാപണം നടത്തിയെന്ന PCBയുടെ വാദം ICC തള്ളി. ആശയവിനിമയത്തിലുണ്ടായ അപാകതയിൽ പൈക്രോഫ്റ്റ് ഖേദം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ICCയുടെ വിശദീകരണം. നേരത്തെ PCBയുടെ വാദം ആൻഡി പൈക്രോഫ്റ്റ് തള്ളിയിരുന്നു. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം.